നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് DDE ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. പോലീസിന്റെ തൊഴിലിടങ്ങൾ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിന് യൂണിറ്റുകളിൽ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നിർത്തന കുടുംബത്തിന് ഭീഷണിയായി വീടിന് സമീപത്തെ കൂറ്റൻപാറ. വണ്ണപ്പുറം പഞ്ചായത്ത് 15-ാം വാർഡ് മുട്ടുകണ്ടത്ത് മേരി ജോർജും കുടുംബവുമാണ് ഉറങ്ങാൻ പോലും കഴിയാത്ത വിധം ആശങ്കയിലായിരിക്കുന്നത്. ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിന കൂട്ടയോട്ടം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. ഒളിമ്പിക് ദിന കൂട്ടയോട്ടം ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. +1 സീറ്റ് വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് DDE ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുവാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു. അധിക ബാച്ചുകൾ അനുവദിച്ച +1 സീറ്റ് വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് DDE ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടിത്തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷനായി. മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ +1 അഡ്മിഷൻ ലഭിക്കാതെ വലയുമ്പോൾ പരിഹാരം കാണേണ്ട സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും യാതൊരു പരിഹാരവും കാണാതെ മണ്ടൻ പരിഷ്കാരങ്ങൾ നടത്തി വിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയാണെന്നും ടോണി തോമസ് പറഞ്ഞു. നിങ്ങൾക്ക് മക്കളില്ലേ? നിങ്ങൾക്ക് ആ മക്കൾക്കാണ് ഇപ്പോൾ പഠിക്കാനുള്ള അവകാശം നിഷേധിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിഷമമുണ്ടാകില്ലേ? നിങ്ങൾക്ക് വേദന ഉണ്ടാകില്ലേ? അതുകൊണ്ട് ഈ സമരങ്ങളെയൊക്കെ അടിച്ചമർത്താൻ ഇറങ്ങുന്ന കാക്കിയിട്ട ഏമന്മാർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാവും. ചിലപ്പോ പിണറായി വിജയന്റെ മകൾക്ക് അവരുടെ മക്കൾക്ക് സീറ്റ് ലഭിക്കാനാണ് പറ്റും. എന്നുവെച്ചാൽ അമ്മയുടെ പെൻഷൻ ഉപയോഗിച്ച് തുടങ്ങിയ എക്സാലോജിക് സൊല്യൂഷനൊക്കെ പോലെയുള്ള വലിയ വലിയ കമ്പനികളും കോടിക്കണക്കിന് രൂപ മാസപ്പടിയും വാങ്ങുന്നവർക്ക് സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകണമെന്നില്ല. പക്ഷെ ആ സൗകര്യവും ഈ പോലീസ് സേനയിലെ എല്ലാ ഏമാന്മാർക്കും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കുവാനുള്ള അവകാശം നിഷേധിച്ചിട്ട് ഇവിടെ ഭരണം മുൻപോട്ട് കൊണ്ടുപോകാമെന്നാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അതിന് സമ്മതിക്കുവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുക. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു കെ ജോൺ, സംസ്ഥാന സെക്രട്ടറി സോയിമോൻ സണ്ണി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ്, KSU സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ജോസൂട്ടി ജോസഫ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ OS ഉമർ ഫാറൂഖ്, അമൽമോൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അജു റോബർട്ട്, നിഖിൽ ചോപ്ര, ജെയ്സൺ തോമസ്, ഫസൽ അബ്ബാസ്, അനന്തകൃഷ്ണൻ MM, ആൽബർട്ട് കുന്നപ്പള്ളി, അലൻ നിതിൻ സ്റ്റീഫൻ, ഗൗതം റെജി, ടിനുമോൻ ദേവസ്യ, ബ്ലസൻ ബേബി, സാനറ്റ് ഷാജി, KSU നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ അഷ്കർ ഷമീർ, അനന്തു ഷിൻഡോ, നേതാക്കളായ റഹ്മാൻ ഷാജി, അൽതാഫ് സുധീർ, എബി ജോർജ്, ജോസിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. റാവുത്തർ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു.
സംസ്ഥാന പ്രസിഡന്റ് MKM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇടതുമുന്നണിയുടെ പരാജയത്തിന് കാരണം സർക്കാരിന്റെ മുസ്ലിം പ്രീണന നയമാണെന്ന പ്രസ്താവന നിരുത്തരവാദിത്തപരവും വസ്തുതാവിരുദ്ധവുമാണ്. മതവിദ്വേഷ പ്രചരണം ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനകൾ പിൻവലിക്കാൻ തയ്യാറാകണമെന്ന് റാവുത്തർ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PK മൂസ അധ്യക്ഷത വഹിച്ചു. മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചില സാമുദായിക നേതാക്കളുടെ പ്രസ്താവന അപലപനീയമാണെന്നും അത് മതേതര കേരള സമൂഹം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് MKM ഹനീഫ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ കാണുകയും നോക്കുകയും കേൾക്കുകയും ശ്രദ്ധിക്കുകയും അത് കഴിഞ്ഞ് അറിയുകയും പഠിക്കുകയും അങ്ങനെ അറിഞ്ഞു പഠിച്ച് അറിവുള്ളവരായി മാറി പണ്ഡിതരുമായി മാറി. പക്ഷേ ഇത്രയും രംഗത്തെല്ലാം എത്തിയെങ്കിലും നമ്മൾ ഉന്നതരാകുന്നില്ല. പണ്ഡിതന്മാര് ഒരു സംഘടന കെട്ടിപ്പടുത്താൽ, പണ്ഡിതന്മാര് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയാൽ, പണ്ഡിതന്മാര് ഒരു വ്യവസായം നടത്തിയാൽ അത് പരാജയപ്പെടുത്തിവിടും. കേരളത്തിൽ ഇടതുമുന്നണിയുടെ പരാജയത്തിന് കാരണം സർക്കാരിന്റെ മുസ്ലിം പ്രീണന നയമാണെന്ന പ്രസ്താവന നിരുത്തരവാദിത്തപരവും വസ്തുതാ വിരുദ്ധവുമാണ്. മതവിദ്വേഷ പ്രചാരണം ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനകൾ പിൻവലിക്കാൻ തയ്യാറാകണമെന്ന് റാവുത്തർ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PK മൂസയുടെ അധ്യക്ഷതയിൽ കൂടിയ കൺവെൻഷന് ജില്ലാ സെക്രട്ടറി PS ഇസ്മായിൽ സ്വാഗതം പറഞ്ഞു. MG യൂണിവേഴ്സിറ്റിയിൽ വിവിധ വിഷയങ്ങളിൽ റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഫെഡറേഷൻ ദേശീയ സെക്രട്ടറി PK ഹമീദ് കുട്ടി മൊമെന്റോ നൽകി ആദരിച്ചു. റാവുത്തർ ഫെഡറേഷൻ ലൈഫ് മെമ്പർഷിപ്പ് ഡോക്ടർ കാസിം റാവുത്തറിനെ വിതരണം ചെയ്തുകൊണ്ട് ഇടുക്കി ജില്ലയിൽ 2024-25 മെമ്പർഷിപ്പ് ക്യാമ്പയിന് സമാരംഭം കുറിച്ചു. സംസ്ഥാന സെക്രട്ടറി VS സെയ്ദ് മുഹമ്മദ്, ദേശീയ സമിതി അംഗം മുഹമ്മദ് സക്കീർ ഹാജി, ജില്ലാ വൈസ് പ്രസിഡന്റ് PP ഇസ്മായിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അന്ന് എല്ലാവർക്കും പ്രത്യേകിച്ച് പഠിക്കാൻ മിടിക്കുക തട്ടമിട്ട അഭിമാനികളായ പെൺകുട്ടികൾക്ക് പ്രത്യേകം നന്ദി. നിങ്ങൾ പഠിക്കുക, CH പറഞ്ഞതുപോലെ പഠിക്കുക, വീണ്ടും പഠിക്കുക. നല്ലൊരു ഭാവിയുണ്ട്. നിങ്ങളൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത്. ഹ്യൂമൻ കോളേജിലെ കഴിഞ്ഞ വർഷം 20 റാങ്ക് ഞങ്ങൾ ആദരിച്ചു, റാവുത്തർ ഫെഡറേഷൻ ആദരിച്ച്. അതിന് മുമ്പ് വർഷം 15 പേരുണ്ടായിരുന്നു. ഞങ്ങൾ അവർക്കൊരു മുന്നോട്ട് കൊടുക്കാൻ റാവുത്തർ ഫെഡറേഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എത്തിപ്പിടിച്ച സൗഭാഗ്യം നിങ്ങളെ കഠിനാധ്വാനമാണ്. നിങ്ങൾ പഠനം നിർത്തരുത്. വീട്ടുകാർ MEd പഠിക്കണം, BComകാർ BSCക്കാർ MSCക്ക് പോകണം. കാരണം പഠിച്ചോണ്ടിരുന്ന ആരുടെ കൈ കൊടുക്കുകയല്ലോ, എടുക്കില്ലല്ലോ. അതുകൊണ്ട് പഠിക്കുക. ജില്ലാ ട്രഷറർ ഇബ്രാഹിം കപ്രാട്ടിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പോലീസിന്റെ തൊഴിലിടങ്ങളിൽ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിന് യൂണിറ്റുകളിൽ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം കട്ടപ്പന ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് S അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ തൊഴിലിടങ്ങളിൽ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിന് യൂണിറ്റുകളിൽ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് തൊഴിൽ സമ്മർദ്ദം വിലയിരുത്തി അടിയന്തര ഇടപെടൽ നടത്തുന്നതിന് പ്രത്യേക സമിതി രൂപീകരിക്കണം. പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യകാര്യങ്ങളിലടക്കം പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് സജീവ ഇടപെടൽ നടത്തുന്നതിനാവണം സമിതിയെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. GD ചാർജ് വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സഹായിക്കുന്നതിനായി GD അസിസ്റ്റന്റിനെ ഓരോ സ്റ്റേഷനിലും നിയമിക്കുന്നതിന് വേണ്ട നടപടി പോലീസ് വകുപ്പ് സ്വീകരിക്കണമെന്ന് സമ്മേളനം മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനം കട്ടപ്പന ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഡ്യൂട്ടിക്കടിയിൽ മരണപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയങ്ങൾ ഏത് തരത്തിൽ പരിഹരിക്കണം, ഇക്കാര്യങ്ങളിലെല്ലാം വലിയ തോതിൽ തീരുമാനമെടുപ്പിക്കാൻ കഴിഞ്ഞ ഒരു സംഘടനയാണ് അസോസിയേഷൻ്റെ ഈ സംഘടന. വളരെയേറെ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പരിക്കേറ്റവരുടെ മെഡിക്കൽ പരിഗണിച്ചുകൊണ്ട് കൊടുക്കുന്ന ലീവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഈ തലത്തിലെല്ലാം നേട്ടങ്ങളുണ്ടാകാൻ സാധിക്കുമ്പോഴും ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളെല്ലാം ആധുനികവൽക്കരണത്തിൻ്റെ പാതയിൽ ചിന്തിക്കപ്പെടുന്നു എന്നുള്ളത് ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒരു ആശങ്കയായി തന്നെയാണ് ആ വാക്കിൽ ദർശിക്കാൻ കഴിയുന്നത്.
മാനസികാരോഗ്യ നില മെച്ചപ്പെടുത്തുകയും പോലീസിനെ ഡെഡിക്കേറ്റഡായി നിർത്തുകയും വ്യക്തിഗതമായി അത്തരം ആലോചനകൾക്ക് പ്രസക്തമാകുന്നൊരു ഘട്ടത്തിൽ കുട്ടികളോട് സ്കൂളിൽ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പഠിക്കണമെന്നുള്ള ആഗ്രഹം, മാർക്ക് കുറഞ്ഞാൽ ആത്മഹത്യ, മെന്റൽ പവർ കുറഞ്ഞു വരുന്നു, ഏതിനോടും പ്രതിരോധിക്കുവാനും എതിരിടാനും കഴിയാത്ത വരുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷം തുടർച്ചയായി പല മേഖലകളിലും പല ഘട്ടങ്ങളിലും കണ്ടുവരുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെയേറെ വിഷമകരമായ ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അക്കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് വളരെ ഗൗരവപൂർവ്വം തന്നെ കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജില്ലാ പ്രസിഡന്റ് എസ് അനീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ.വി. പ്രദീപൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഇ.ജി. മനോജ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി, വാർഡ് കൗൺസിലർ സോണിയ ജെ.ബി., അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എസ്.ആർ. ഷീനോദാസ്, സെക്രട്ടറി എം.എം. അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് സഞ്ജു വി. കൃഷ്ണൻ, ട്രഷറർ ജി.പി. അഭിജിത്ത്, ഡിവൈഎസ്പിമാരായ പി.വി. ബേബി, എം.ആർ. മധുബാബു, കെ.ആർ. ബിജു, കെ.പി.ഒ.എ സംസ്ഥാന ട്രഷറർ കെ.എസ്. ഔസേബ്, ജില്ലാ സെക്രട്ടറി എച്ച്. സനൽകുമാർ, മുഹമ്മദ് സാലി, ആർ. ബൈജു, സനൽ ചക്രപാണി, റിയാദ് എം.എസ്., സജുരാജ്, അഖിൽ വിജയൻ, പി.പി. മനു, ധന്യമോൾ, ബിനു കെ. ജോൺ, പി. ശ്രീജു, കിരൺ സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. നിർധന കുടുംബത്തിന് ഭീഷണിയായി വീടിന് സമീപത്തെ കൂറ്റൻപാറ. വണ്ണപ്പുറം പഞ്ചായത്ത് 15-ാം വാർഡ് മുട്ടുകണ്ടത്ത് മേരി ജോർജ് കുടുംബവുമാണ് ഉറങ്ങാൻ പോലും കഴിയാത്ത വിധം ആശങ്കയിലായിരിക്കുന്നത്. ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിർധന കുടുംബത്തിന് ഭീഷണിയായി വീടിന് സമീപത്തെ കൂറ്റൻപാറ. വണ്ണപ്പുറം പഞ്ചായത്ത് 15-ാം വാർഡ് മുട്ടുകണ്ടത്ത് മേരി ജോർജും കുടുംബവുമാണ് ഉറങ്ങാൻ പോലും കഴിയാത്ത വിധം ആശങ്കയിലായിരിക്കുന്നത്. ശക്തമായ മഴയിൽ ഈ പാറയുടെ ചൂട്ടിലെ മണ്ണ് ഇടിഞ്ഞു വീഴുന്നതാണ് ഇവരെ ഏറെ ഭീതിയിലാഴ്ത്തുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതിന് സമീപം നിന്ന മറ്റൊരു പാറക്കഷ്ണം അടർന്നു വീണ് വീടിന് കേടുപാട് പറ്റിയിരുന്നു. കൂടാതെ പ്രളയ സമയത്തും കല്ലുകൾ ഉരുണ്ടുവന്ന് വീടിനും കിണറിനും കേടുപാട് പറ്റിയതായും കുടുംബം പറയുന്നു. പ്രളയത്തിൻ്റെ സമയത്ത് ഒരു കല്ല് ഉരുണ്ട് വീണ് ഞങ്ങളുടെ പെരയുടെ ഇച്ചിരി ഭീഷണിയായിട്ട് വന്നു. അത് ഞങ്ങൾ മെയിൻ്റനൻസ് ചെയ്ത് ശരിയാക്കി. ഇപ്പോൾ ഇരിക്കണ കല്ല് ഞങ്ങൾക്ക് വീടിന് ഭീഷണിയായിട്ടാണ് ഇരിക്കണത്. വലിയ മഴ പെയ്യുമ്പോൾ പാറയുടെ ചോട്ടിൽ നിന്ന് മണ്ണ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ വീടിന് ഭീഷണിയായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ മഴയുടെ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേറൊരു സ്ഥലം വാങ്ങാനോ ഒന്നും നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഇത് കണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അടിയന്തര ഇടപെടൽ വേണമെന്നും പാറ പൊട്ടിച്ചു നീക്കി തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിന കൂട്ടയോട്ടം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. ഒളിമ്പിക് ദിന കൂട്ടയോട്ടം തൊടുപുഴ ബ്രാഹ്മിൻസ് ജംഗ്ഷനിൽ വെച്ച് ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ഒളിമ്പിക് ദീപശിഖ തെളിയിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ അഡ്ഹോക് കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ പ്രിൻസ് കെ മരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലും വിവിധ ജില്ലാ കായിക അസോസിയേഷനുകളും സംയുക്തമായി അന്താരാഷ്ട്ര ഒളിമ്പിക് ദിന കൂട്ടയോട്ടം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ കായിക അസോസിയേഷനുകളിൽപ്പെട്ട 500ഓളം കായിക താരങ്ങൾ അണിനിരുന്ന ഒളിമ്പിക് ദിന കൂട്ടയോട്ടം തൊടുപുഴ ബ്രാഹ്മിൻസ് ജംഗ്ഷനിൽ വെച്ച് ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 2024 പാരീസ് ഒളിമ്പിക്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കായിക താരങ്ങൾക്ക് വേണ്ട ഒരു സപ്പോർട്ട് കൂടി കൊടുക്കുക എന്നുള്ളത് കൂടി ഒരു പരിപാടിയുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ കാണേണ്ടതാണ്. അതോടൊപ്പം ഈ വർഷത്തെ ഒളിമ്പിക് ഡേയുടെ മോട്ടോ നിങ്ങളെല്ലാവരും കേട്ട് കഴിഞ്ഞു. ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മളൊരു ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിനൊക്കെ ആയിട്ട് തുടങ്ങിക്കൊണ്ട് നമ്മുടെ യുവതലമുറയെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ യുവാക്കളെയും ഒക്കെ കായികക്ഷമതയുള്ള ഒരു തലമുറയാക്കി വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളൊക്കെ തന്നെ തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ച എന്നോണം നമ്മുടെ ജീവിതത്തിൽ ആകമാനം നമുക്കറിയാം, നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഇപ്പോൾ അക്കാഡമിക് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, കരിയറിലും പ്രൊഫഷനിലും ഒക്കെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ശ്രദ്ധ നമ്മുടെ കായികക്ഷമത കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആരോഗ്യവാന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യവതികളായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ കുട്ടികളായി
കുട്ടികളായിട്ടുള്ള സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ സ്പോർട്സ് താരങ്ങളായിട്ടോ അല്ലെങ്കിൽ സ്പോർട്സ് ഐറ്റംസിലോ ഒക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു ഏജ് കഴിഞ്ഞ് നിങ്ങളൊരു കരിയറിലേക്ക് ഒരു പ്രൊഫഷനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പലപ്പോഴും ഇത് മറന്നുപോയിട്ട് നമ്മളെല്ലാം തന്നെ ആ ഒരു കായികക്ഷമത കുറഞ്ഞു പോകുന്ന ആൾക്കാരായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ഒളിമ്പിക് ദീപശിഖ തെളിയിച്ചു. കൂട്ടിയോട്ടം വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ മൈതാനത്ത് എത്തിച്ചേർന്നപ്പോൾ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാരവാഹികളും സോക്കർ സ്കൂൾ ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. ഹോക്കി ഇടുക്കിയുടെ പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ ഒളിമ്പിക് ദീപശിഖ ഏറ്റുവാങ്ങി. കേരള ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ അഡ്ഹോക് കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ പ്രിൻസ് കെ മറ്റത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ കായിക താരങ്ങൾക്ക് ഒളിമ്പിക് ദിന സന്ദേശം നൽകി. അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശരത് യു നായർ, സോക്കർ സ്കൂൾ ഡയറക്ടറും മുൻ സന്തോഷ് ട്രോഫി താരവുമായ PA സലിംകുട്ടി, സംസ്ഥാന സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റുമായ N രവീന്ദ്രൻ, സംസ്ഥാന നീന്തൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബേബി വർഗീസ്, സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷൻ അംഗം PA റഫീഖ്, സംസ്ഥാന പഞ്ചഗുസ്തി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മനോജ് കോക്കാട്, ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ സെക്രട്ടറി മുഹമ്മദ് ബഷീർ, ദേശീയ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ അംഗം ശശിധരൻ, ഹോക്കി കേരള വൈസ് പ്രസിഡന്റ് മിനി അഗസ്റ്റിൻ, ജില്ലാ ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് റീജോ ഡോമി, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ അംഗം ഡോക്ടർ ബോബു ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P പ്രവീൺലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായി P പ്രവീൺലാൽ പ്രസിഡന്റ്, ബിനോയ് KG സെക്രട്ടറി, സിനോജ് മാത്യു ട്രഷറർ എന്നിവരടങ്ങുന്ന 15 അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അത് എൻ്റെ ഭാഗം പറഞ്ഞ DDRC-ആണ്. അവിടുത്തെ ടെസ്റ്റുകൾക്ക് വളരെയധികം റൈറ്റുകളിൽ തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ പിന്നെ ഈ സാധാരണക്കാരായ ജനങ്ങളെ അല്ലെങ്കിൽ രോഗം നിർണ്ണയിക്കേണ്ട കണ്ടെത്തേണ്ട ഒരു സമയത്ത് ഡോക്ടറെ കണ്ടതിന് ശേഷം ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൻ്റെ ഒരു ചെറിയ വിധത്തിലും ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന് ശുപാർശ ചെയ്യുന്ന ചില ഡോക്ടേഴ്സുകളും ഈ നാട്ടിലുണ്ട്. അതും തീർച്ചയായ കാരണം ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ഏത് രോഗം നിർണ്ണയിക്കുന്ന ആളുകളായിക്കോട്ടെ, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ ടെസ്റ്റുകൾ എവിടെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ഒരു സമയം ഇന്ന സ്ഥലത്ത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്ന സ്ഥാപനത്തിൽ പോകുന്നു. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിനകത്ത് മറ്റു പല കാര്യങ്ങളും ഉണ്ടായില്ല, ഞാനതൊന്നും സ്വീകരിക്കുന്നില്ല. പക്ഷേ അവിടെ നടക്കുന്ന ടെസ്റ്റുകൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ചെയ്യുന്ന ടെസ്റ്റുകളും ഒരേ രീതിയിലുള്ളതാണെങ്കിൽ ഭീമമായ തുക ഈടാക്കുന്ന ഒരു സ്ഥിതി. പക്ഷെ ഇതൊന്നും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സുതാര്യതയെക്കുറിച്ച് ആ റിപ്പോർട്ടിലുള്ള വ്യക്തതയെക്കുറിച്ചൊന്നും ധാരണയില്ല. പക്ഷെ അവരുടെ നിർദ്ദേശം അനുസരണമാണ് അവിടെ ചെയ്തത്. പറഞ്ഞോ അറിയാനോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ചെല്ലേണ്ട ഒരു രീതിയിലേക്ക് ജനങ്ങളെ എത്തിച്ചു. എന്നോട് പറയാനുണ്ടായ കാര്യം, കേരളത്തിലെ 14 ജില്ലകളിലും ഉള്ള ഒരു സ്ഥാപനവും തൊടുപുഴയിൽ മാത്രമുള്ള വ്യക്തി നടത്തുന്ന സ്ഥാപനവുമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ ആ സ്ഥാപനത്തിലേക്ക് ഈ പുതിയ നിയമ മാനദണ്ഡങ്ങൾ വന്നിട്ടുണ്ട്. ഈ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന് പ്രത്യേക ഒരു മാനദണ്ഡ വിഷമവും സാധാരണക്കാരെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല.
അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി പ്രവീൺ ലാൽ അധ്യക്ഷത വഹിച്ചു. ചെറുകിട മേഖലയിൽ നടത്തുന്ന ലാബുകളുടെ മേൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിന്റെ പേരിൽ അനുചിതമല്ലാത്ത നിയമങ്ങൾ കൊണ്ടുവന്ന് ലാബ് മേഖല പ്രതിസന്ധിയിലാക്കി കുത്തക മുതലാളിമാരുടെ കരങ്ങളിലേക്ക് ഈ മേഖലയെ കൊടുത്ത് ചെറുകിട സംരംഭത്തെ ഉന്മൂലനാശം വരുത്തുകയാണെന്നും ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തി ചെറുകിട ലാബ് മേഖലയെ സംരക്ഷിക്കണമെന്ന് സർക്കാരിനോട് സമ്മേളനം ആവശ്യപ്പെട്ടു. അസോസിയേഷൻ സോണൽ പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ആർ ജോയ് ദാസ്, സെക്രട്ടറി ബിനോയ് കെ.ജി, തൊടുപുഴ മേഖലാ പ്രസിഡന്റ് സുകേഷ് കുമാർ, കോർഡിനേറ്റർ അഭിലാഷ് പി.ബി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ഭാരവാഹികളായി പി പ്രവീൺ ലാൽ പ്രസിഡന്റ്, ബിനോയ് കെ.ജി സെക്രട്ടറി, സിനോജ് മാത്യു ട്രഷറർ, അഭിലാഷ് പി.ബി, ഷാനവാസ് ഖാൻ വൈസ് പ്രസിഡന്റുമാർ എന്നിവരടങ്ങുന്ന 15 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക കായികമേള സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ചാണ് കായികമേള സംഘടിപ്പിച്ചത്. വണ്ടമറ്റം അക്വാറ്റിക് സെന്റർ ഉടമ ഓഷ്യൻമാൻ ബേബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ സജി മാത്യു സ്വാഗതവും കായികാധ്യാപകൻ ആൽവിൻ ജോസ് നന്ദിയും പറഞ്ഞു. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക കായികമേള സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ചാണ് കായികമേള സംഘടിപ്പിച്ചത്. എല്ലാ വർഷവും ജൂൺ 23-ന് ലോകമെമ്പാടും കൊണ്ടാടുന്ന ഒളിമ്പിക് ദിനവും കായികമേളയും കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് സ്കൂളിൽ വണ്ടമറ്റം അക്വാട്ടിക് സെന്റർ ഉടമ ഓഷ്യൻമാൻ ബേബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഫ്രണ്ടിലായിട്ട് റെഡ് ഹൗസ്, ആര് കണ്ടാലും ഒരു നിമിഷം നോക്കുന്ന ഈ മത്സരത്തില് ഒരു സാറിനോട് സൂചിപ്പിച്ചു, 6ാം സ്ഥാനം വരെ കരസ്ഥമാക്കുന്ന കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ആൽബിൻ സാറിൻ്റെ നേതൃത്വത്തിൽ അഡ്വാൻസ് ട്രെയിനിങ് നൽകി വരുന്ന സബ് ജില്ലാ മത്സരങ്ങളിലും അതുപോലെ റവന്യൂ ജില്ല അതുപോലെ സംസ്ഥാന മത്സരത്തിലേക്ക് പങ്കെടുപ്പിക്കുവാനുള്ള ഒരു കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷനായിരുന്നു. ഹെഡ് മാസ്റ്റർ സജി മാത്യു സ്വാഗതവും കായികാധ്യാപകൻ ആൽവിൻ ജോസ് നന്ദിയും പറഞ്ഞു. ജൂനിയർ, സബ് ജൂനിയർ, കിഡ്ഡീസ് വിഭാഗങ്ങളിലായി നടന്ന വിവിധ കായിക മത്സരങ്ങളിൽ 4 ഗ്രൂപ്പുകളിലായി നിരവധി വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. അടുത്ത മാസം സ്പെയിനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഓഷ്യൻ അക്വാട്ടിക് മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്ന ബേബി വർഗീസിന് സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ ആശംസകൾ നേർന്നു. എല്ലാ ഇനങ്ങളിലും ആദ്യ 6 സ്ഥാനങ്ങളിൽ വരുന്ന കായിക താരങ്ങളെ കണ്ടെത്തി തീവ്ര പരിശീലനം നൽകി ഉപജില്ല, ജില്ലാ, സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഹെഡ് മാസ്റ്റർ സജി മാത്യു പറഞ്ഞു. കഴിഞ്ഞ 2 വർഷങ്ങളിലും നേടിയ ഉപജില്ലാ കായികമേള ഓവറോൾ നിലനിർത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കായികാധ്യാപകൻ ആൽവിൻ ജോസ് പറഞ്ഞു. കായികമേളയ്ക്ക് സീനിയർ അധ്യാപകരായ മിനി എ ജോൺ, മാത്യു വർഗീസ്, സ്റ്റാഫ് സെക്രട്ടറി GSM അലക്സ്, അധ്യാപകരായ സാജു ജോർജ്, മൈക്കിൾ പി ഓസിൻ, റെക്സി ടോം, നീത കെ തോമസ്, ലിജി തെരേസ് ജോസ്, ബ്ലസി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AM ഷാജിഹാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം KR ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു. KSTA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന DEO ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ അഴിമതി അവസാനിപ്പിക്കുക, അധ്യാപക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കട്ടപ്പന DEO ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AM ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വിദ്യാലയങ്ങളിൽ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി പൊതുവിദ്യാലയങ്ങൾ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവധിക്കാലത്തും തുടർന്നും നടത്തി വരുന്നത്. ആരോഗ്യകരമായ പ്രവർത്തനങ്ങളിലൂടെ, ആരോഗ്യകരമായ മത്സരങ്ങളിലൂടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക എന്ന രീതിയാണ് അവലംബിച്ചു പോരുന്നത്. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം KR ഷാജിമോൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് KJ തെരേസ്യമ്മ, ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ, M തങ്കരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇടുക്കി കീരിത്തോടിൽ 5ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് മോഷണം നടന്നത്. CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ഞിക്കുഴി പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
ഇടുക്കി കീരിത്തോട്ടിൽ 5ഓളം വ്യാപാര സ്ഥാപനങ്ങളിലാണ് പുലർച്ചെ മോഷണം നടന്നത്. ഷട്ടറിന്റെ താഴു തകർത്ത മോഷ്ടാവ് കടയ്ക്കുള്ളിൽ പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കടയ്ക്കുള്ളിൽ കിടന്ന മോഷ്ടാവ് പെട്ടിയുടെ പൂട്ട് തകർത്താണ് പണം മോഷ്ടിച്ചത്. കല്ലുവെട്ടത്ത് സൂപ്പർ ഷോപ്പി, സ്നേഹ ഏജൻസീസ്, ദേവൻ സ്പൈസസ്, കൂനമ്പാറയിൽ ഓയിൽ മിൽ, എൽദോസ് ടെക്സ്റ്റൈൽസ് എന്നീ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. സ്നേഹ ഏജൻസിയിൽ സ്ഥാപിച്ച CCTV ക്യാമറയും മോഷ്ടാവ് നശിപ്പിച്ചിട്ടുണ്ട്. CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ഞിക്കുഴി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടണമെന്ന് കീരിത്തോട് വ്യാപാരി വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് MC ബിജു ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി കീരിത്തോട് ടൗണിൽ ഏകദേശം 1:30 ശേഷം 2:30 5ഓളം സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ട്. കീരിത്തോട് ദേവൻ സ്പൈസസ്, കൂനമ്പാറയിൽ സ്റ്റോഴ്സ്, കല്ലുവെട്ടത്ത് സൂപ്പർ ഷോപ്പ്, എൽദോസ് ടെക്സ്റ്റൈൽസ്, സ്നേഹ ഏജൻസീസ് എന്നീ 5 സ്ഥാപനത്തിൽ മോഷണം നടന്നിട്ടുണ്ട്. പല സ്ഥലത്തും CCTV ക്യാമറ നശിപ്പിച്ചിട്ടുണ്ട്. CCTV ക്യാമറയിൽ അവ്യക്തമായ രീതിയിൽ മങ്കിക്കാപ്പും മറ്റു ഡ്രസ്സുകളൊക്കെ ധരിച്ച് മൊത്തം മൂടിക്കെട്ടിയൊരു മനുഷ്യനെ കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. എത്രയും വേഗം പ്രതികളെ പിടിക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒളിമ്പിക് ദിന സന്ദേശ സൈക്കിൾ റാലി നടത്തി. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷ് കുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓഷ്യൻമാൻ ഏഷ്യൻ ചാമ്പ്യനായ വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിലെ ബേബി വർഗീസിനെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജെയിംസ് ജേക്കബ് പൊന്നാട അണിയിച്ചു. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷ് കുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. SPC കേഡറ്റുകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC എന്നീ വിഭാഗങ്ങളിലുള്ള കുട്ടികളാണ് റാലിയിൽ പങ്കെടുത്തത്. സ്കൂളിൽ നിന്നും തുടങ്ങി മങ്ങാട്ടോല ബസ് സ്റ്റാൻഡ് വരെ പോവുകയും അവിടെ വെച്ച് ഓഷ്യൻമാൻ ഏഷ്യൻ ചാമ്പ്യനായ വണ്ടമറ്റം അക്വാട്ടിക് സെന്ററിലെ ബേബി വർഗീസിനെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജെയിംസ് ജേക്കബ് പൊന്നാടി അണിയിക്കുകയും ചെയ്തു. ബേബി വർഗീസ് ഒളിമ്പിക് ദിന സന്ദേശം നൽകി. പങ്കെടുത്ത എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുന്നു. അവർക്കറിയാം ഒളിമ്പിക്സ് തരുന്ന മെസ്സേജ് കൂടുതൽ ദൂരവും കൂടുതൽ ഉയരവും കൂടുതൽ വേഗവും താണ്ടി നാടിൻ്റെ യശസ് വിഗന്ധങ്ങളോളം ഉയർത്തുവാൻ നിങ്ങൾക്ക് കഴിയണം. അത് ഈ ഒളിമ്പിക്സ് ഡേയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കായിക അധ്യാപകൻ നോബിൾ ജോസ്, സ്റ്റുഡന്റ് പോലീസ് CPO ജിയോ ചെറിയൻ എന്നിവർ റാലിക്ക് മേൽനോട്ടം നൽകി. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ സർക്കാർ മാതൃക ഹോമിയോ ഡിസ്പെൻസറിയുടെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും സഹകരണത്തോടെ 10ാം അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ബീന ടോമി യോഗം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ആയുർവേദ മിഷൻ DPM ഡോക്ടർ ശ്രീദർശൻ KS യോഗാ ദിന സന്ദേശം നൽകി. നഗരസഭാ മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ സർക്കാർ മാതൃക ഹോമിയോ ഡിസ്പെൻസറിയുടെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും സഹകരണത്തോടെ 10ാം അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. വെള്ളയംകുടി അസിസി സ്പെഷ്യൽ സ്കൂൾ, വള്ളക്കടുവ സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾ അവതരിപ്പിച്ച പ്രത്യേക യോഗാ ദിന പരിപാടികളോടെയാണ് ദിനാചരണം നടന്നത്. കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ബീന ടോമി യോഗം ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന സിസ്റ്റേഴ്സിന് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും ഈ ഒരു കാര്യം ദൈവാനുഗ്രഹത്താൽ അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി. ഹോമിയോ DMO ഡോക്ടർ വിനീത പുഷ്കരൻ യോഗയുടെ പ്രസക്തിയെക്കുറിച്ച് വിശദീകരിച്ചു. നാഷണൽ ആയുർവേദ മിഷൻ DPM ഡോക്ടർ ശ്രീദർശൻ KS യോഗാ ദിന സന്ദേശം നൽകി. യോഗ ഇൻസ്ട്രക്ടർ KK സുരേഷ് യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ കൃഷ്ണപ്രിയ PH ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. നഗരസഭാ മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, സിജു ചക്കമൂട്ടിൽ, ജോയി ആനിത്തോട്ടം, തങ്കച്ചൻ പുരേടം, ലീലാമ ബേബി, രജിത രമേശ്, ധന്യ അനിൽ, CDS ചെയർപേഴ്സൺമാരായ രത്നമ സുരേന്ദ്രൻ, ഷൈനി ജിജി, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ സന്ദീപ് കരുൺ, ഡോക്ടർ ഫെമി പോൾ, ഡോക്ടർ രഞ്ജുഷ മാത്യു, മൾട്ടിപർപ്പസ് വർക്കർ അനു ഈപ്പൻ, സിസ്റ്റർ അൻസീന, സിസ്റ്റർ ജെസി മരിയ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് DDE ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു.
തൊഴിലിടങ്ങൾ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിന് യൂണിറ്റുകളിൽ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നിർത്തന കുടുംബത്തിന് ഭീഷണിയായി വീടിന് സമീപത്തെ കൂറ്റൻപാറ. വണ്ണപ്പുറം പഞ്ചായത്ത് 15-ാം വാർഡ് മുട്ടുകണ്ടത്ത് മേരി ജോർജും കുടുംബവുമാണ് ഉറങ്ങാൻ പോലും കഴിയാത്ത വിധം ആശങ്കയിലായിരിക്കുന്നത്. ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിന കൂട്ടയോട്ടം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. ഒളിമ്പിക് ദിന കൂട്ടയോട്ടം ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.